ഇന്ത്യയിലെ ഒരു പബ്ലിക് സെക്ടർ ബാങ്ക് വിദേശ രാജ്യത്ത് നടന്ന ഒരു കേസ് ഒത്തുതീർപ്പാക്കാൻ 5700 കോടി രൂപ നൽകേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇതൊരു സിനിമയിലെ കഥയല്ല, യഥാർത്ഥത്തിൽ സംഭവിച്ചതാണ്. അടുത്തിടെയായി ബിസിനസ് ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ബാങ്ക് ഓഫ് ബറോഡയുടെ 5700 കോടിയുടെ ഈ വമ്പൻ സെറ്റിൽമെന്റ്. UAE-യിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ ശൃംഖലയായിരുന്ന NMC ഹെൽത്ത് എങ്ങനെയാണ് തകർന്നത്? ആ ഹോസ്പിറ്റലിന്റെ സാമ്പത്തിക തകർച്ചയും ഒരു വലിയ ഫ്രോഡ് കേസും എങ്ങനെയാണ് ബാങ്ക് ഓഫ് ബറോഡയെ ബാധിച്ചത്? അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയ ഈ 5700 കോടി രൂപയുടെ യഥാർത്ഥ കണക്ക് എന്താണ്? ഇന്ത്യയിലെ ഒരു പ്രമുഖ ബാങ്കിന് എവിടെയാണ് പിഴച്ചത്? ഈ വിഷയത്തിന്റെ എല്ലാ വശങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നു. ഈ കഥ തുടങ്ങുന്നത് 1975-ലാണ്. ഇന്ത്യയിൽ നിന്നും UAE-യിലേക്ക് BR ഷെട്ടി എന്ന ഒരു യുവ സംരംഭകൻ എത്തുന്നു. അവിടെ അദ്ദേഹം വളരെ ചെറിയ ഒരു ക്ലിനിക് ആരംഭിച്ചു. അതിന്റെ പേരായിരുന്നു ന്യൂ മെഡിക്കൽ സെന്റർ അഥവാ NMC ഹെൽത്ത്. അക്കാലത്ത് UAE-യിൽ പ്രൈവറ്റ് ഹെൽത്ത് കെയർ സംവിധാനങ്ങൾ വളരെ കുറവായിരുന്നു. ഈ അവസരം ഉപയോഗിച്ച് BR ഷെട്ടി തന്റെ ക്ലിനിക്കുകൾ വിപുലീകരിച്ചു. പതുക്കെ പതുക്കെ ഫാർമസികൾ, മെഡിക്കൽ എക്യുപ്മെന്റ് ബിസിനസ്സുകൾ എന്നിവയും അദ്ദേഹം തുടങ്ങി. വളരെ വേഗം തന്നെ NMC ഹെൽത്ത് UAE-യിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് ഹെൽത്ത് കെയർ കമ്പനിയായി മാറി. ഗൾഫ് രാജ്യങ്ങളിലും യൂറോപ്പിലുമായി 200-ലധികം ഹോസ്പിറ്റലുകളും ക്ലിനിക്കുകളും കമ്പനിക്ക് കീഴിൽ വന്നു. ഈ വളർച്ചയുടെ ഏറ്റവും വലിയ നാഴികക്കല്ല് 2012-ൽ സംഭവിച്ചു. ലോകത്തിലെ തന്നെ പ്രശസ്തമായ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കമ്പനി ലിസ്റ്റ് ചെയ്യപ്പെട്ടു. ലണ്ടനിലെ ഏറ്റവും മൂല്യമുള്ള 100 കമ്പനികളുടെ പട്ടികയായ FTSE 100-ൽ പോലും കമ്പനി ഇടം നേടി. മാർക്കറ്റിൽ കമ്പനിയുടെ മൂല്യം 70,000 കോടി രൂപയ്ക്ക് മുകളിലായി. എല്ലാ വർഷവും പുതിയ കമ്പനികളെ വിലയ്ക്ക് വാങ്ങി NMC ഹെൽത്ത് വളരെ വലിയ രീതിയിൽ വളർന്നുകൊണ്ടിരുന്നു. എല്ലാം മികച്ച രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത് എന്നാണ് പുറത്തുനിന്നുള്ള എല്ലാവരും കരുതിയത്. എന്നാൽ 2019 അവസാനത്തോടെ കമ്പനിയുടെ ശനിദശ തുടങ്ങി. കാഴ്സൺ ബ്ലോക്ക് എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള മഡി വാട്ടേഴ്സ് എന്ന റിസർച്ച് കമ്പനി NMC ഹെൽത്തിനെതിരെ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടു. ഇതൊരു ഷോർട്ട് സെല്ലിംഗ് കമ്പനിയാണ്. അദാനി ഗ്രൂപ്പിനെതിരെ റിപ്പോർട്ട് കൊണ്ടുവന്ന ഹിൻഡൻബർഗ് റിസർച്ചിനെ പോലെ ഒരു കമ്പനിയാണിത്. ഇത്തരം കമ്പനികൾ ഒരു ബിസിനസ്സിലെ സാമ്പത്തിക തട്ടിപ്പുകൾ കണ്ടെത്തി റിപ്പോർട്ട് പുറത്തുവിടുകയും ആ കമ്പനിയുടെ ഷെയർ വില ഇടിയുമ്പോൾ ഷോർട്ട് സെല്ലിംഗിലൂടെ അതിൽ നിന്ന് കോടികൾ ലാഭം ഉണ്ടാക്കുകയും ചെയ്യുന്നവരാണ്. മഡി വാട്ടേഴ്സ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറഞ്ഞത് NMC ഹെൽത്തിന്റെ കണക്കുകളെല്ലാം തെറ്റാണെന്നും വലിയ തോതിലുള്ള ഫിനാൻഷ്യൽ തട്ടിപ്പുകൾ കമ്പനിക്കുള്ളിൽ നടക്കുന്നുണ്ട് എന്നുമാണ്. കമ്പനി വളരെയധികം ഡെറ്റ് അഥവാ കടത്തിലാണെന്നും പുതിയ കമ്പനികളെ വിലയ്ക്ക് വാങ്ങുന്നു എന്ന് പറയുന്നത് വെറും തട്ടിപ്പാണെന്നും അവർ ആരോപിച്ചു. ഈ റിപ്പോർട്ട് പുറത്തു വന്നതോടെ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കമ്പനിയുടെ ഷെയർ പ്രൈസ് ഒറ്റയടിക്ക് 60% ഇടിഞ്ഞു. നിക്ഷേപകർ പരിഭ്രാന്തരായി. ക്രമക്കേടുകൾ ശ്രദ്ധയിൽപ്പെട്ടതോടെ കമ്പനിയുടെ ഷെയറുകൾ വ്യാപാരം ചെയ്യുന്നത് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിർത്തിവെക്കുകയും പിന്നീട് ഡീലിസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതോടെ കമ്പനി പൂർണ്ണമായും തകർച്ചയിലായി. കമ്പനി തകർന്നതോടെ ഇതിന് പിന്നിലെ യാഥാർത്ഥ്യം കണ്ടെത്താൻ UK-യിലെയും UAE-യിലെയും അധികൃതർ തീരുമാനിച്ചു. ഇതിനായി അൽവാരസ് ആൻഡ് മാർഷൽ എന്ന പ്രശസ്തമായ സ്ഥാപനത്തെ അഡ്മിനിസ്ട്രേറ്റർമാരായി നിയമിച്ചു. അവരുടെ വിശദമായ ഓഡിറ്റ് അന്വേഷണത്തിൽ വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. NMC ഹെൽത്ത് അവരുടെ യഥാർത്ഥ സാമ്പത്തിക കണക്കുകൾ ലോകത്തു നിന്നും മറച്ചു വെച്ചിരിക്കുകയായിരുന്നു എന്ന് ഈ അന്വേഷണത്തിൽ തെളിഞ്ഞു. ഇതിനായി അവർ 2 തരം അക്കൗണ്ട് ബുക്കുകൾ സൂക്ഷിച്ചിരുന്നു. ഒന്ന് പബ്ലിക്കിനെയും ഷെയർ ഹോൾഡർമാരെയും കാണിക്കാനും മറ്റൊന്ന് സത്യങ്ങൾ ഒളിച്ചുവെക്കാനും. എല്ലാവരെയും കാണിച്ച ബുക്കിൽ കമ്പനിക്ക് ഏകദേശം $2.1 ബില്യൺ മാത്രമേ കടമുള്ളൂ എന്നാണ് കാണിച്ചിരുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ കമ്പനിക്ക് $6 ബില്യൺ അതായത് ഏകദേശം 50,000 കോടി രൂപ കടമുണ്ടായിരുന്നു എന്ന് UK ഫിനാൻഷ്യൽ കണ്ടക്ട് അതോറിറ്റിയുടെയും അഡ്മിനിസ്ട്രേറ്റർമാരുടെയും പരിശോധനയിൽ കണ്ടെത്തി. അതായത് പുറത്ത് കാണിച്ചതിനേക്കാൾ 3 ഇരട്ടി അധികം കടം. ഈ വലിയ തുക എവിടെ പോയി? എങ്ങനെയാണ് അവർ ഈ കടം മറച്ചു വെച്ചത്? ഇത് മനസ്സിലാക്കാൻ അവർ ഉപയോഗിച്ച തട്ടിപ്പിന്റെ രീതി നമ്മൾ അറിയണം. സപ്ലൈ ചെയിൻ ഫിനാൻസിംഗ് അല്ലെങ്കിൽ ഇൻവോയ്സ് ഫിനാൻസിംഗ് എന്ന സിസ്റ്റം ഉപയോഗിച്ചാണ് അവർ ഈ വലിയ തട്ടിപ്പ് നടത്തിയത്. ഇതെന്താണെന്ന് വളരെ ലളിതമായി പറയാം. ഉദാഹരണത്തിന്, ഒരു ഹോസ്പിറ്റലിന് കുറച്ച് മെഡിക്കൽ ഉപകരണങ്ങൾ വേണമെന്ന് കരുതുക. അവരൊരു സപ്ലയറിൽ നിന്ന് സാധനങ്ങൾ വാങ്ങും. പണം 3 മാസം കഴിഞ്ഞേ നൽകൂ എന്ന് ഹോസ്പിറ്റൽ പറയുന്നു. എന്നാൽ സപ്ലയർക്ക് പെട്ടെന്ന് പണം വേണമെങ്കിൽ അയാൾ ഈ ബിൽ അഥവാ ഇൻവോയ്സ് ഒരു ബാങ്കിൽ കൊണ്ടുപോയി കൊടുക്കും. അപ്പോൾ ബാങ്ക് ആ സപ്ലയർക്ക് ഉടൻ തന്നെ പണം നൽകും. 3 മാസം കഴിയുമ്പോൾ ഹോസ്പിറ്റൽ ബാങ്കിന് പണം പലിശ സഹിതം തിരിച്ചു നൽകണം. ഇതാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. എന്നാൽ ഇവിടെ കമ്പനി ചെയ്തത് ബുദ്ധിപരമായ ഒരു തട്ടിപ്പാണ്. ഇവർ സാധനങ്ങൾ വാങ്ങിയിരുന്ന പല മെഡിക്കൽ സപ്ലയർ കമ്പനികളും യഥാർത്ഥ കമ്പനികൾ ആയിരുന്നില്ല. അവ വെറും കടലാസ് കമ്പനികൾ അഥവാ ഷെൽ കമ്പനീസ് ആയിരുന്നു. അതിൽ പലതും BR ഷെട്ടിയുടെ തന്നെ ബിനാമി ഉടമസ്ഥതയിലുള്ളവ ആയിരുന്നു എന്ന് അന്വേഷകർ കണ്ടെത്തി. ഇവർ സ്വന്തമായി വ്യാജ ഇൻവോയ്സുകൾ ഉണ്ടാക്കി കമ്പനിയുടെ പേരിൽ ബാങ്കിൽ നൽകി പണം വാങ്ങി. ഇങ്ങനെ കോടിക്കണക്കിന് രൂപയാണ് കമ്പനിയിൽ നിന്നും പുറത്തു പോയത്. ഈ പണം ഉപയോഗിച്ച് BR ഷെട്ടി പ്രൈവറ്റ് ജെറ്റുകൾ, വലിയ ആഡംബര വില്ലകൾ, മറ്റ് കമ്പനികളുടെ ഷെയറുകൾ വാങ്ങിക്കൂട്ടിയെന്ന് അന്വേഷണത്തിൽ ആരോപിക്കപ്പെട്ടു. ബാങ്കുകൾക്ക് കമ്പനി നൽകാനുള്ള ഈ വലിയ ബാധ്യത അവർ അവരുടെ യഥാർത്ഥ ബാലൻസ് ഷീറ്റിൽ എവിടെയും കാണിച്ചതേയില്ല. ഇവിടെയാണ് ഈ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത്.
ഈ പ്രശ്നത്തിൽ ബാങ്ക് ഓഫ് ബറോഡയ്ക്ക് എന്താണ് കാര്യം? എന്തിനാണ് ഇന്ത്യയിലെ ഒരു ബാങ്ക് കോടിക്കണക്കിന് രൂപ വിദേശത്ത് നൽകേണ്ടി വന്നത്? NMC ഹെൽത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നത് ബാങ്ക് ഓഫ് ബറോഡയുടെ UAE ബ്രാഞ്ചിലായിരുന്നു. കമ്പനിയുടെ വലിയ സാമ്പത്തിക ഇടപാടുകളെല്ലാം നടന്നത് ഈ ബാങ്ക് വഴിയാണ്. അത് മാത്രമല്ല, BR ഷെട്ടിയുടെ ഈ പറയുന്ന വ്യാജ കമ്പനികളുടെ അക്കൗണ്ടുകളും ഈ ബാങ്കിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. കമ്പനിയുടെ അഡ്മിനിസ്ട്രേറ്റർമാരായ അൽവാരസ് ആൻഡ് മാർഷൽ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ബാങ്ക് ഓഫ് ബറോഡയ്ക്കെതിരെ ഉന്നയിച്ചത്. പണം മറച്ചുള്ള ഈ വലിയ തട്ടിപ്പിനെക്കുറിച്ച് ബാങ്കിന് അറിവുണ്ടായിരുന്നു എന്നും അത് തടയാൻ ബാങ്ക് ശ്രമിച്ചില്ല എന്നുമാണ് അവർ പ്രധാനമായും കോടതിയിൽ വാദിച്ചത്. ബാങ്കിംഗ് നിയമങ്ങൾ അനുസരിച്ച് വളരെ വലിയ തുകയുടെയോ അസാധാരണമായതോ ആയ ട്രാൻസാക്ഷൻസ് നടക്കുമ്പോൾ ബാങ്കിന്റെ സിസ്റ്റത്തിൽ നിന്ന് ഓട്ടോമാറ്റിക്കായി ആന്റി മണി ലോണ്ടറിംഗ് KYC അലേർട്ടുകൾ വരും. ഉദ്യോഗസ്ഥർ ഈ അലേർട്ടുകൾ പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ആ ട്രാൻസാക്ഷൻ പൂർത്തിയാക്കാൻ പാടുള്ളൂ. എന്നാൽ NMC ഹെൽത്തിന്റെ കാര്യത്തിൽ 10,000-കണക്കിന് അലേർട്ടുകൾ ബാങ്കിന് ലഭിച്ചിട്ടും ബാങ്ക് ജീവനക്കാർ അത് വേണ്ട പോലെ പരിശോധിക്കാതെ വളരെ പെട്ടെന്ന് ക്ലിയർ ചെയ്തു എന്ന് അഡ്മിനിസ്ട്രേറ്റർമാർ ആരോപിച്ചു. ഉദാഹരണത്തിന് 2014 ഒരു ദിവസം വെറും 75 മിനിറ്റ് കൊണ്ട് ബാങ്ക് സ്റ്റാഫ് 97 അലേർട്ടുകൾ ക്ലിയർ ചെയ്തു. അതായത് ഒരു അലേർട്ട് പരിശോധിക്കാൻ 1 മിനിറ്റിൽ താഴെ സമയം മാത്രം. 2017 വെറും 2 മണിക്കൂർ കൊണ്ട് 583 അലേർട്ടുകൾ ക്ലിയർ ചെയ്തു. ഇത് വളരെ അസ്വാഭാവികമാണ് എന്ന് അവർ വാദിച്ചു. ഈ കൃത്യവിലോപം മൂലമാണ് കമ്പനി ഇത്രയും വലിയ തട്ടിപ്പ് നടത്തിയതെന്നും ശരിയായ രീതിയിൽ നിയമങ്ങൾ പാലിക്കാൻ ബാങ്കിന് കഴിഞ്ഞില്ല എന്നും അവർ കോടതിയിൽ ശക്തമായി ആരോപിച്ചു. അങ്ങനെ കടം കൊടുത്തവർക്ക് നഷ്ടപ്പെട്ട പണം തിരിച്ചു പിടിക്കാൻ അഡ്മിനിസ്ട്രേറ്റർമാർ ബാങ്ക് ഓഫ് ബറോഡയ്ക്കെതിരെ അബുദാബി ഗ്ലോബൽ മാർക്കറ്റ് കോടതിയിലും UK ഹൈക്കോടതിയിലും കേസ് ഫയൽ ചെയ്തു. കമ്പനിയുടെ തകർച്ചയിലും ഈ തട്ടിപ്പിലും ബാങ്കിനും പങ്കുണ്ട് എന്ന് കാണിച്ചാണ് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടപരിഹാരം അവർ ആവശ്യപ്പെട്ടത്. ഈ കേസ് നേരിടാൻ ബാങ്ക് ഓഫ് ബറോഡ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രഗത്ഭനായ അഭിഭാഷകൻ ഹരീഷ് സാൽവയെ ചുമതലപ്പെടുത്തി. തുടക്കത്തിൽ ബാങ്കിന് കേസ് ജയിക്കുമെന്ന വലിയ ആത്മവിശ്വാസമുണ്ടായിരുന്നു. 2026 മാർച്ച് മാസം മുതൽ അബുദാബി കോടതിയിൽ വിചാരണ ആരംഭിച്ചു. ഏകദേശം 15 ആഴ്ചകളോളം ഈ കേസിന്റെ വാദം നീണ്ടുനിന്നു. എന്നാൽ കേസ് പുരോഗമിക്കുന്തോറും കാര്യങ്ങൾ ബാങ്ക് വിചാരിച്ചതുപോലെ എളുപ്പമല്ല എന്ന് അവർക്ക് മനസ്സിലായി. ഒടുവിൽ 2026 ജൂലൈ 2-ന് ലോകത്തെ സാമ്പത്തിക വിപണിയെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് ഒരു സുപ്രധാന വാർത്ത പുറത്തു വന്നു. ബാങ്ക് ഓഫ് ബറോഡ അഡ്മിനിസ്ട്രേറ്റർമാരുമായി ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റിന് തയ്യാറായി. ഈ ഒത്തുതീർപ്പ് പ്രകാരം ബാങ്ക് ഓഫ് ബറോഡ $600 മില്യൺ, അതായത് ഏകദേശം 5,700 കോടി രൂപ NMC ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റർമാർക്ക് നൽകാൻ സമ്മതിച്ചു. ഈ പറയുന്ന 5,700 കോടി രൂപ എന്ന വലിയ കണക്ക് തട്ടിപ്പ് നടത്തിയ പണമല്ല, മറിച്ച് ബാങ്കിനെതിരെയുള്ള എല്ലാ കേസുകളും അവസാനിപ്പിക്കുന്നതിനായി അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ഒത്തുതീർപ്പിലൂടെ നൽകാൻ സമ്മതിച്ച തുകയാണ്. ഈ പണം NMC ഹെൽത്തിന് കടം നൽകിയ മറ്റ് ബാങ്കുകൾക്കും നിക്ഷേപകർക്കും തിരികെ നൽകാനാണ് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ് ബാങ്ക് ഇത്രയും വലിയ തുക നൽകിയത്? ബാങ്ക് ഓഫ് ബറോഡ ഒഫീഷ്യലായി നൽകിയ വിശദീകരണം വളരെ വ്യക്തമാണ്. കേസ് വർഷങ്ങളോളം നീണ്ടുപോയാൽ ബാങ്കിന് വലിയ നിയമപരമായ ചിലവുകളും ബിസിനസ്സിൽ അനിശ്ചിതത്വവും ഉണ്ടാകും. അതൊഴിവാക്കാൻ വേണ്ടിയാണ് ഈ തുക നൽകി കേസ് അവസാനിപ്പിക്കുന്നത്. അല്ലാതെ ബാങ്ക് ഏതെങ്കിലും തരത്തിലുള്ള തട്ടിപ്പിൽ ബോധപൂർവം പങ്കാളിയായെന്ന് അവർ ഔദ്യോഗികമായി ഒരിടത്തും സമ്മതിച്ചിട്ടില്ല. അതായത് നിയമപരമായി തങ്ങൾ കുറ്റക്കാരാണെന്ന് ബാങ്ക് എവിടെയും അംഗീകരിക്കുന്നില്ല. എന്നാൽ കേസ് അവസാനിപ്പിക്കാൻ 5,700 കോടി രൂപ നൽകുന്നു. ഈ വാർത്ത പുറത്തു വന്നതോടെ ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റിൽ ബാങ്ക് ഓഫ് ബറോഡയുടെ ഷെയർ വിലയിൽ വലിയ ഇടിവുണ്ടായി. 5,700 കോടി രൂപ എന്നത് ഒരു വലിയ തുകയാണെങ്കിലും ബാങ്ക് ഓഫ് ബറോഡയുടെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായതുകൊണ്ട് ബാങ്കിന് ഈ പ്രതിസന്ധിയെ മറികടക്കാൻ സാധിക്കുമെന്ന് ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. BR ഷെട്ടി തനിക്ക് ഈ തട്ടിപ്പിൽ പങ്കില്ലെന്നും എല്ലാം ചെയ്തത് CEO ആയ പ്രശാന്ത് മങ്ങാട്ടാണെന്നും ആരോപിച്ചു. എന്നാൽ CEO ഇത് പൂർണ്ണമായും നിഷേധിച്ചു. ഏതായാലും ഇവർക്കെതിരെയുള്ള തട്ടിപ്പ് കേസുകൾ ഇപ്പോഴും അബുദാബി കോടതിയിൽ തുടരുകയാണ്. അവരിൽ നിന്നും കോടിക്കണക്കിന് ഡോളർ തിരിച്ചു പിടിക്കാനുള്ള വലിയ പോരാട്ടത്തിലാണ് അധികൃതർ. ബാങ്ക് ഓഫ് ബറോഡയുടെ ഈ കേസ് എല്ലാ ഇന്ത്യൻ കമ്പനികൾക്കും വലിയൊരു പാഠമാണ്. വിദേശ രാജ്യങ്ങളിൽ ബിസിനസ് നടത്തുമ്പോൾ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻ എത്രത്തോളം കർശനമായി പാലിക്കണമെന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നു. ശരിയായ ഓഡിറ്റ് നടത്താത്തതും സിസ്റ്റം നൽകിയ മുന്നറിയിപ്പുകൾ അവഗണിച്ചതും കമ്പനികൾക്കിടയിൽ പണം എവിടേക്ക് പോകുന്നു എന്ന് പരിശോധിക്കാത്തതും ഒരു ബാങ്കിന് ഉണ്ടാക്കി വെച്ച ബാധ്യത ചെറുതല്ല. ഈ കേസ് വഴി 5,700 കോടി രൂപ നൽകി ബാങ്ക് ഓഫ് ബറോഡ ഇപ്പോൾ തങ്ങളുടെ മേലുള്ള നിയമക്കുരുക്കുകളിൽ നിന്നും പുറത്തു വന്നിരിക്കുകയാണ്. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.